അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അൽ അർബഊൻ അന്നവവിയ്യയിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് 26-ാമത്തെ ഹദീസാണ്. പ്രസ്തുത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസ് സദഖത്തുൽ ബദൻ, ശരീരത്തിനുള്ള സദഖ അല്ലെങ്കിൽ ശുക്റുൻ നിഅമ, അനുഗ്രഹങ്ങൾക്കുള്ള ശുക്ർ എന്ന വിഷയത്തെ പ്രതിപാദിക്കുന്ന ഹദീസാണ്. ഹദീസ് അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ റളിയല്ലാഹു തആല അൻഹുവിൽ നിവേദനമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പലതവണ ഈ മഹൽ രചനയിൽ വന്ന റാവിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിളിപ്പേര് അബൂ ഹുറൈറ എന്ന വിളിപ്പേരാണ് പ്രസിദ്ധം പേരിനേക്കാൾ. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു സുലാമ മിനന്നാസ് അലൈഹി സദഖത്തുൻ. സുലാമ എന്നാൽ സുലാമിയത്ത് എന്നതിൻ്റെ ബഹുവചനമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. സുലാമിയത്ത്, സുലാമ, അത് എല്ലുകളെ, അതേപോലെ സന്ധികളെ, അപ്രകാരം തന്നെ അവയവങ്ങളെ അറിയിക്കുന്ന ഒരു പ്രയോഗമാണ്. സുലാമിയത്തുൻ, സുലാമ, സുലാമിയാത്ത്. കൂടുതലും അത് അസ്ഥികളെ, എല്ലുകളെയാണ് സൂചിപ്പിക്കുക. കുല്ലു സുലാമ മിനന്നാസ്, ജനങ്ങളിൽ നിന്നുള്ള എല്ലാ അസ്ഥികളും അല്ലെങ്കിൽ സന്ധികൾ, ജോയിൻറ്റുകൾ അല്ലെങ്കിൽ അവയവങ്ങൾ, അലൈഹി സദഖത്തുൻ, അതിന്മേൽ സദഖ ബാധ്യതയാണ്. എല്ലാ എല്ലുകൾക്കും സദഖ നൽകൽ ബാധ്യതയാണ്. എല്ലാ അവയവങ്ങൾക്കും സദഖ നൽകൽ ബാധ്യതയാണ്. എല്ലാ സന്ധികൾക്കും ജോയിൻറ്റുകൾക്കും സദഖ നൽകൽ ബാധ്യതയാണ്. ഇതാണ് ഇവിടെ ഈ ഹദീസിൻ്റെ തുടക്ക ഭാഗം അറിയിക്കുന്നത്. കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദഖത്തുൻ. കുല്ലു യൗമിൻ തത്ലുഉ ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും ഓരോ അവയവത്തിനും, ഓരോ അസ്ഥിക്കും, ഓരോ ജോയിൻറ്റിനും സദഖ ബാധ്യതയായിത്തീരും. ഇവിടെ കുല്ലു യൗമിൻ എന്നും കുല്ല യൗമിൻ എന്നും വായനയുണ്ട്. ഓരോ ദിവസവും ഓരോ അവയവത്തിനും, ഓരോ എല്ലിനും, ഓരോ ജോയിൻറ്റിനും സദഖ ബാധ്യതയായിത്തീരും എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. ചില റിപ്പോർട്ടുകളിൽ മനുഷ്യനുള്ള അസ്ഥികൾ അല്ലെങ്കിൽ ജോയിൻറ്റുകൾ, അവയവങ്ങൾ, അത് 360 എണ്ണമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഖുലിഖ കുല്ലു ഇൻസാനി മിൻ ബനി ആദം അല 60 വ 300 മഫ്സിലിൻ. ഓരോ മനുഷ്യനും 360 മഫ്സിലുകളിൽ, മഫ്സിലുകൾ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റുകൾ, സന്ധികൾ. ചില റിപ്പോർട്ടുകളിൽ അല 60 വ 300 സുലാമ, 360 അസ്ഥികളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യന് 360 എല്ലുകൾ അല്ലെങ്കിൽ 360 ജോയിൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയാണിത്, പ്രവചനമാണിത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ സത്യസന്ധതയെ വിളിച്ചോതുന്ന ഒരു നിദർശനം കൂടിയാണ് ഈ ഒരു പ്രയോഗം. മനുഷ്യരുടെ എല്ലുകൾ, മനുഷ്യ ശരീരത്തിൽ ഇത്രയെണ്ണം എന്നുള്ളത് തെളിയിക്കപ്പെട്ടൊരു വസ്തുത കൂടിയാണ്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ മനുഷ്യ ശരീരത്തെ പഠനം നടത്തി, പ്രത്യേകിച്ച് അസ്ഥികളുടെ വിഷയത്തിൽ നടത്തിയ പഠനങ്ങളിൽ പല ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അസ്ഥികൾ, കൈവിരലുകളിൽ മാത്രം 30 അസ്ഥികൾ, അതിൻ്റെ ഓരോന്നിൻ്റെയും ധർമ്മവും പ്രത്യേകതയും ഒക്കെ ഉണർത്തിയത് കാണുവാൻ സാധിക്കും. ആ വിഷയത്തിൽ രചന നടത്തിയ പണ്ഡിതന്മാർ, മറ്റു ശാസ്ത്രജ്ഞന്മാരും അപ്രകാരം ആ വിഷയത്തിൽ നടത്തിയ പഠനങ്ങൾ നമ്മൾ വായിക്കും. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം ഈ 360 അസ്ഥികൾക്കും സദഖ ബാധ്യതയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചില റിപ്പോർട്ടുകളിൽ ഫഅലൈഹി അൻ യതസദ്ദഖ അൻ കുല്ലി മഫ്സിലിൻ മിൻഹു ബിസദഖ. ഫഅലൈഹി, അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മേൽ ബാധ്യതയാണ്, അൻ യതസദ്ദഖ, അവൻ സദഖ ചെയ്യൽ, അൻ കുല്ലി മഫ്സിലിൻ മിൻഹു, അവൻ്റെ ഓരോ ജോയിൻറ്റിനും അല്ലെങ്കിൽ ഓരോ അസ്ഥിക്കും ബിസദഖ, ഒരു സദഖ നിർവഹിക്കൽ ബാധ്യതയാണ്. കുല്ല യൗമിൻ തത്ലുഉ ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ഓരോ നാളിലും എന്നാണുള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് അതിൻ്റെ സദഖകളുടെ ചില ഉദാഹരണങ്ങൾ തുടർന്നെണ്ണി. തഅദിലു ബൈന സ്നൈനി സദഖ എന്ന നിലക്ക്, അത് ഒരിക്കലും
ഈ പറയപ്പെട്ട ഏതാനും എണ്ണം സദക്കകൾ മാത്രമാണ് എന്ന് അറിയിക്കാനല്ല, പ്രത്യുത ഉദാഹരണങ്ങളാണ്. ഈ ഹദീസിൻ്റെ മറ്റു ചില റിവായത്തുകളിൽ ഫഷക്ക ദാലിക അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കത് ക്ലേശകരമായി അനുഭവപ്പെട്ടു. അതായത് ഒരു ദിവസം 360 സദക്ക നിർവഹിക്കണം ഓരോ അസ്ഥിക്കും പകരമായി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രയാസം. ഫഖാലു യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഒമിൻ ഐനലന സദഖത്തുൻ നതസദ്ദഖു ബിഹ, ഇങ്ങനെ സദക്ക ചെയ്യാൻ ഞങ്ങൾക്ക് എവിടെ നിന്നാണ് സദക്ക മുതൽ ലഭിക്കുക, ദിനം പ്രതി 360 സദക്ക നിർവഹിക്കാൻ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇന്ന അബ്വാബൽ ഖൈരി ലകസീറത്തുൻ, നന്മയുടെ കവാടങ്ങൾ ധാരാളമാണെന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞു. എന്നിട്ടാണ് ഈ ഉദാഹരണങ്ങൾ ഉണർത്തിയത് എന്ന് കാണുവാൻ സാധിക്കും. നമുക്ക് ആദ്യം ഇമാം മുസ്ലിം അല്ലെങ്കിൽ ഇമാം അന്നവവി റഹിമഹുല്ല നൽകിയ ഈ ഹദീസിലെ ഉദാഹരണങ്ങൾ വായിച്ചർത്ഥം വെച്ച് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ ഗണത്തിൽ മറ്റു ചിലത് ഉണർത്തിയത് വേറെ റിപ്പോർട്ടുകളിൽ വന്നത് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. തഅദിലു ബൈന സ്നൈനി സദഖത്തുൻ, രണ്ടു പേർക്കിടയിൽ നീ നീതി പാലിക്കൽ സദഖയാണ്. രണ്ടു പേർക്കിടയിൽ എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിലുള്ള 2 പേർ, അവർക്കിടയിൽ ഒരു ഹുക്കുമ് പറഞ്ഞോ അല്ലെങ്കിൽ അവർക്കിടയിൽ സുൽഹുണ്ടാക്കിയോ പ്രശ്നം തീർപ്പാക്കുക, അത് നീതിപൂർവകം തീർപ്പാക്കുക, അത് സദഖയാണ്. വതുഈനു റജുല ഫീ ദാബത്തിഹി ഫതഹ്മിലു ലഹു അലൈഹ ഔ തർഫഉ ലഹു അലൈഹ മതാഅഹു സദഖ. വതുഈനു റജുല ഫീ ദാബത്തിഹി, ഒരു വ്യക്തിയെ അയാളുടെ വാഹനത്തിൻ്റെ വിഷയത്തിൽ സഹായിക്കുക. എങ്ങനെ? ഫതഹ്മിലുഹു അല്ലെങ്കിൽ ഫതഹ്മിലു ലഹു അലൈഹ, വാഹനപ്പുറത്ത് സ്വയം കയറാൻ പ്രയാസപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ വാഹനപ്പുറത്ത് കയറാൻ സഹായിക്കുക, ആ വാഹനപ്പുറത്ത് അവനെ കയറ്റി വെക്കുക. ഔ അല്ലെങ്കിൽ തർഫഉ ലഹു അലൈഹ, വാഹനത്തിന്മേൽ അവന് വേണ്ടി ഉയർത്തി വെക്കുക, മതാഅഹു, അവൻ്റെ വിഭവം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ചുമടുണ്ട്, ഭാരമുണ്ട്, അത് സ്വന്തം വാഹനപ്പുറത്ത് കയറ്റി വെക്കാൻ കഴിയാത്ത അവസ്ഥയാണ്, ഭാരിച്ചതാണ്. അപ്പോൾ അത് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക, അതിനെക്കുറിച്ച് പറഞ്ഞത് സദഖത്തുൻ, അത് സദഖയാണ്. വൽ കലിമത്തു തയ്യിബത്തു സദഖത്തുൻ, നല്ല വാക്ക് സദഖയാണ്, സൽവചനങ്ങൾ, അത് അദ്കാറുകളുണ്ട്, അദ്ഇയുണ്ട്, പിന്നെ ആളുകൾക്ക് ആശ്വാസം പകരുന്ന, സാന്ത്വനമേകുന്ന, സുവിശേഷം പകരുന്ന, ഫലപ്രദമാകുന്ന വചനങ്ങളൊക്കെയും അത് സദഖയാണ്. വബിക്കുല്ലി ഖുത്വത്തിൻ തംശീഹ ഇല സ്വലാഹ് സദഖത്തുൻ, നീ നമസ്കാരത്തിലേക്ക് നടക്കുമ്പോൾ ഓരോ കാൽവപ്പും അതിലൂടെ സദഖയാണ്. ആ കാൽവപ്പുകൾ ഒരാൾ എത്രയെണ്ണാണോ, അകലെന്ന് വരട്ടെ അടുത്തുനിന്ന് വരട്ടെ, എത്ര കാൽവപ്പുകളാണോ അതൊക്കെയും ഓരോ കാൽവപ്പും സദഖയാണ് എന്നാണ് ഇവിടെ ഹദീസ് അറിയിക്കുന്നത്. വതുമീത്തുൽ അദ അനി തരീഖി സദഖത്തുൻ, വതുമീത്തുൽ അദ, നീ ഉപദ്രവം നീക്കുന്നു, അനി തരീഖ്, വഴിയിൽ നിന്ന്, സദഖത്തുൻ, അത് സദഖയാണ്. ഇവിടെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ വഴിയിൽ തടസ്സമായുള്ള കല്ലുകൾ, വേസ്റ്റുകൾ, ചില്ലുകൾ, മറ്റു വിലങ്ങുകൾ, അതൊക്കെ വഴിയിൽ നിന്ന് നീക്കി ആളുകൾക്ക് വഴി തരപ്പെടുത്തുകയാണ് എങ്കിൽ അത് സദഖയാണ് എന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്, അറിയിക്കുന്നത്. ഈ ഹദീസിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇമാം അന്നവവി റഹിമഹുല്ല നൽകിയ ഈ നിവേദനത്തിൽ. എന്നാൽ ഇതിൻ്റെ മറ്റു ചില നിവേദനങ്ങൾ, റിവായത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഈ സദഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്, അതിൻ്റെ ഗണം വിശാലമാണ്. പല പ്രയോഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത് നമുക്ക് വായിക്കാൻ സാധിക്കും. അത് നമുക്കിവിടെ ഒന്ന് വായിച്ച അർത്ഥം വെച്ച് പോകാം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ സദഖകൾ അത് മനസ്സിലാക്കുവാൻ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അത്തരം സദഖകളെ ശ്രദ്ധിക്കുവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രയോഗങ്ങളിൽ ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, എല്ലാ തസ്ബീഹുകളും സദഖയാണ്, സുബ്ഹാനല്ലാഹ് എന്നത് സദഖയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ, എല്ലാ തഹ്മീദത്തുൻ സദഖയാണ്, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലത്തും സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ, എല്ലാ തക്ബീറുകളും സദഖയാണ്, അല്ലാഹു അക്ബർ എന്ന തക്ബീർ സദഖയാണ്. വ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ഇസ്തിഗ്ഫാറും പാപമോചനത്തേട്ടവും സദഖയാണ്. അത് ഇമാം അഹ്മദിൻ്റെയും മറ്റൊക്കെ നിവേദനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. വലഹു ബികുല്ലി സലാത്തിൻ സദഖ, എല്ലാ നമസ്കാരവും അവന് സദഖയാണ്. ആ നമസ്കാരം നിർബന്ധ നമസ്കാരമാവട്ടെ, ഐച്ഛിക നമസ്കാരമാകട്ടെ, ഒക്കെ സദഖയാണ്. വസിയാമിൻ സദഖ, നോമ്പുകൾ സദഖയാണ്.
വഹജ്ജിൻ സദഖ, ഹജ്ജും സദഖയാണ്. ഇത് ഇമാം അബൂദാവൂദിൻ്റെ നിവേദനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. വതബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരി തൂകുന്നത് സദഖയാണ്. അത് ഇമാം തുർമുദിയുടെ നിവേദനത്തിൽ വായിക്കുന്നതാണ്. വസലാമുക അലാ ഇബാദില്ലാഹി സദഖ, അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക് നീ സലാം ഓതൽ, അസ്സലാമു അലൈക്കും എന്ന് സലാം ഓതൽ സദഖയാണ്. ഇത് ഇമാം ബുഖാരിയും അബൂദാവൂദും അഹ്മദും ഒക്കെ നിവേദനം ചെയ്ത റിപ്പോർട്ടിൽ നമ്മൾ വായിക്കും. പിന്നെ വതഅദിലു ബൈന സ്നൈനി സദഖ വതുഈനു റജുല ഫീ ദാബത്തിഹി ഫതഹ്മിലുഹു അലൈഹ ഔ തർഫഉ ലഹു അലൈഹ മതാഅഹു സദഖ, അത് നമ്മളിവിടെ വായിച്ചു. വൽ കലിമത്തു തയ്യിബത്തു സദഖ വകുല്ലു ഖുത്വത്തിൻ തംശീഹ ഇല സ്വലാത്തി സദഖ. അത് നമ്മൾ ഇമാം മുസ്ലിമിൻ്റെ നിവേദനം, അതുപോലെ ബുഖാരിയുടെ നിവേദനം ഇമാം നവവി നൽകിയത് വായിച്ചിവിടെ നമ്മൾ മനസ്സിലാക്കി. വ അംറുക ബിൽ മഅറൂഫി സദഖ വ നഹ്യുക അനിൽ മുൻകരി സദഖ, നീ നന്മ കൽപ്പിക്കുന്നത് സദഖയാണ്, നീ തിന്മ വിരോധിക്കുന്നത് സദഖയാണ്. ഇത് ഇമാം അഹ്മദും ഇമാം മുസ്ലിമും തുർമുദിയും നിവേദനം ചെയ്ത നിവേദനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. വ തുമീതുൽ അദ, ഉപദ്രവം നീക്കുന്നത് അതും സദഖയാണ്. വൽ ഹജറ വശൗക വൽ അദ്മ അൻ തരീഖിൻ നാസി ലക സദഖത്തുൻ, കല്ല്, മുള്ള്, അപ്രകാരം എല്ല്, ഇതൊക്കെ അൻ തരീഖിൻ നാസി, ജനങ്ങളുടെ വഴിയിൽ നിന്ന് നീക്കൽ, ലക സദഖത്തുൻ, നിനക്ക് സദഖയാണ്. ഇത് ഇമാം അൽ ബുഖാരി അൽ അദബുൽ മുഫ്രദിലും അതേപോലെ മറ്റു ബുഖാരിയുടെയും അബൂദാവൂദിൻ്റെയും ഒക്കെ നിവേദനങ്ങളിൽ വന്ന വേറെ വേറെ റിപ്പോർട്ടുകളാണ്. സദഖയുടെ ഗണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് ഇപ്രകാരം വ്യത്യസ്തങ്ങളായി നമ്മൾ പല നിവേദനങ്ങളിൽ വായിക്കും. വന്നുഖാഅതു ഫിൽ മസ്ജിദി തദ്ഫിനുഹ, പള്ളിയിൽ തുപ്പിയത് നീ കുഴിച്ചിടുകയാണ് എങ്കിൽ, മൂടുകയാണ് എങ്കിൽ അത് സദഖയാണ്. ഇമാം അബൂദാവൂദിൻ്റെ നിവേദനത്തിലാണ് അപ്രകാരമുള്ളത്. വ ഇഫ്രാഖുക മിൻ ദൽവിക ഫി ദൽവി അഖീക ലക സദഖത്തുൻ, തുർമുദിയുടെ നിവേദനത്തിൽ ഇത് നമ്മൾ വായിക്കുന്നു. അതെന്താണ്? നിൻ്റെ ബക്കറ്റിൽ നിന്ന് നിൻ്റെ സഹോദരൻ്റെ ബക്കറ്റിലേക്ക് നീ ചൊരിഞ്ഞു കൊടുക്കുന്നുവെങ്കിൽ അത് സദഖയാണ്. അതായത് വെള്ളം നമ്മൾ കോരിയെടുത്തു, അത് സഹോദരന് പകർന്നു നൽകുകയാണ് എങ്കിൽ അത് സദഖയാണ്. അതേപോലെ വശർബത്തു മിനൽ മാഇ യസ്ഖീഹ സദഖത്തുൻ, ഒരിറക്ക് വെള്ളം കുടിപ്പിക്കുന്നുവെങ്കിൽ അത് സദഖയാണ്. അതുപോലെ മുഫ്രദിൽ ഇമാം ബുഖാരി നൽകിയ ഒരു നിവേദനമാണത്. ഒരാൾക്ക് നൽകുന്ന അല്ലെങ്കിൽ ഒരു ജീവിക്ക് നൽകുന്ന ഒരിറക്ക് വെള്ളം അത് സദഖയാണ്. വതുസ്മിഉൽ അസമ്മ വൽ അബ്കമ ഹത്താ യഫ്ഖഹ സദഖത്തുൻ, ബധിരനായ മൂകനായ വ്യക്തി കാര്യം ഗ്രഹിക്കുവോളം അവനെ കേൾപ്പിക്കാൻ ശ്രമിക്കുന്നത് സദഖയാണ്. ബധിരൻ കേൾക്കില്ല, മൂകൻ കേൾക്കില്ല, പക്ഷെ അവൻ കാര്യം ഗ്രഹിക്കുവോളം അവനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആംഗ്യഭാഷയിലോ ഒക്കെയായി ബധിരന്മാരെ, മൂകന്മാരെ കാര്യം ഗ്രഹിക്കാൻ വേണ്ടി പണിയെടുക്കുന്നത് സദഖയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. അത് ഇമാം ഇബ്നു ഹിബ്ബാൻ അവിടുത്തെ സഹീഹിൽ, അതേപോലെ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ നിവേദനം ചെയ്ത റിവായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. വബസറുക ലിറജുലി റദീഇൽ ബസരി സദഖത്തുൻ, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ വ്യക്തിക്ക് നീ കാഴ്ചയേകുന്നത് എന്ന് പറഞ്ഞാൽ, കണ്ണിന് കാഴ്ച കുറഞ്ഞൊരു വ്യക്തിക്ക് കാണാൻ സഹായിക്കുക അല്ലെങ്കിൽ അറിയാൻ സഹായിക്കുക, കണ്ട് പറഞ്ഞു കൊടുക്കുക, കണ്ട് ഗൈഡ് നൽകുക, ഇത് സദഖയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. ചില റിപ്പോർട്ടുകളിൽ വതഹ്ദിൽ അഅമ എന്നാണുള്ളത്. എന്ന് പറഞ്ഞാൽ വതഹ്ദിൽ അഅമ, കണ്ണ് കാണാത്ത വ്യക്തിക്ക് നീ വഴി കാണിച്ചു കൊടുക്കുക, വഴി അറിയിച്ചു കൊടുക്കുക. വദല്ലു തരീഖ്, അങ്ങനെ റിപ്പോർട്ടുണ്ട്. വഴി അറിയിച്ചു കൊടുക്കൽ സദഖത്തുൻ, സദഖയാണ്. ഇപ്പോൾ ഒരു ബ്ലൈൻഡ്, അന്ധനായ മനുഷ്യൻ, അയാൾക്ക് വഴി കാണാൻ പ്രയാസമാണ്, വഴി അറിയില്ല എങ്കിൽ ആ വഴി അറിയിച്ചു കൊടുക്കൽ അത് സദഖയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. ഇതും ഇമാം ഇബ്നു ഹിബ്ബാൻ്റെ നിവേദനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. വദല്ലു തരീഖ് സദഖത്തുൻ എന്നുള്ളത് ഇമാം ബുഖാരിയും മറ്റുമൊക്കെ നിവേദനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തുടർച്ചയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വതദുല്ലുൽ മുസ്തദില്ല അലാ ഹാജത്തിൻ ലഹു ഖദ് അലിംത മകാനഹ വതസ്അ ബിശിദ്ദതി സാഖൈക ഇലൽ ലഹ്ഫാനിൽ മുസ്തഗീസി വതർഫഉ ബിശിദ്ദതി ദിറാഇക മഅ അദ്ദഈഫി ഫഹാദാ കുല്ലുഹു സദഖത്തുൻ മിൻക അലാ നഫ്സിക്. വതദുല്ലുൽ മുസ്തദില്ല അലാ ഹാജത്തിൻ ലഹു, ഒരാളുടെ ആവശ്യത്തിന് അയാൾ നിന്നോട്
ഗൈഡ് ചോദിക്കുന്നു. അത് അലിംത മക്കാനഹ, അയാളുടെ ആവശ്യം എന്താണോ അതിൻ്റെ സ്ഥാനം നീ മനസ്സിലാക്കിയിട്ടുണ്ട്. വതദുല്ലു, അപ്പോൾ ആ ഗൈഡ് ചോദിച്ചവന് നീ ഗൈഡ് നൽകുന്നു. ഇവിടെ ഒരു വ്യക്തിക്ക് ഒരാവശ്യം, അതിൻ്റെ സ്ഥാനം താങ്കൾക്കറിയാം, അതിനെക്കുറിച്ച് താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ അത് അറിയിക്കുന്നുവെങ്കിൽ, അതേപോലെ വതസ് ബിഷിദ്ദതി സാഖൈക ഇലൽ ലഹിഫാനിൽ മുസ്തഗീസ്, സഹായം അർത്ഥിക്കുന്ന ഒരു അശരണൻ അയാളെ സഹായിക്കുവാൻ നിൻ്റെ കണങ്കാലിൻ്റെ കരുത്തുകൊണ്ട് നീ പരിശ്രമിക്കുകയും ചെയ്താൽ, വതർഫഉ ബിഷിദ്ദതി ദിറാഇക മഅ ദഈഫ്, ഒരു ദുർബലനായ വ്യക്തിയോടൊപ്പം നിൻ്റെ കണങ്കയ്യിൻ്റെ കരുത്തിൽ നീ അവൻ്റെ സാധനങ്ങൾ ഉയർത്തി പൊക്കി അവനെ സഹായിച്ചാൽ, ഫഹാദ കുല്ലുഹു സദഖത്തും മിൻക അലാ നഫ്സിക്, ഇതെല്ലാം നിന്നിൽ നിന്ന് നിൻ്റെ നഫ്സിനുള്ള സദഖയാണ്. ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ അലിഹി വസല്ലം ഇവിടെ ഉണർത്തുന്നത്. അപ്പോൾ സദഖയുടെ വൈവിധ്യങ്ങളെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. അതും വളരെ സുന്ദരമായ പ്രയോഗങ്ങളിൽ, വിവിധ അവസ്ഥകളിൽ, ആവശ്യങ്ങളിൽ. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇവിടെ ഈ ഹദീസുകളൊക്കെ ഇമാം ഇബ്നു ഹിബ്ബാൻ്റെയും ഇമാം അഹ്മദിൻ്റെയും ഒക്കെ നിവേദനങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ് ഈ അവസാനത്തെ ഭാഗങ്ങളൊക്കെ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലക ഫീ ജിമാഇക സൗജതക് സദഖത്തുൻ, നീ നിൻ്റെ ഇണയെ പ്രാപിക്കുന്നുവെങ്കിൽ, അവരുമായി ശയ്യാ സഹനവും സംസർക്കവും നടത്തുന്നുവെങ്കിൽ അതും സദഖത്തുൻ, സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. അവിടം ഫഖുൽന, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയഖ്ദി റജുലു ശഹ്വതഹു വതകൂനു ലഹു സദഖ, ഒരാൾ തൻ്റെ വികാരം ശമിപ്പിക്കുന്നു, വതകൂനു ലഹു സദഖ, അതവന് സദഖയാകുമോ? അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ എന്ന് പറഞ്ഞ് നമ്മൾ ആ വിഷയം മുമ്പത്തെ ഹദീസിൽ വായിച്ചതാണ്. എങ്ങനെയാണത് സദഖയാകുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അവതരണത്തിൽ, അത് വിവിധ റിവായത്തുകളിൽ വന്നതിൽ നമ്മൾ വായിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖയുടെ ഗണം, അതിൻ്റെ നീണ്ട നിര, അതിൽ വ്യത്യസ്ത വകുപ്പുകൾ എണ്ണിയതാണ് നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. ഇതിൽ ചില റിപ്പോർട്ടുകളിൽ ഫമൻ ഖബ്ബറല്ലാഹ വഹമീദ വഹല്ലല വസബ്ബഹ വസ്തഗ്ഫറ വഅസല ഹജറൻ ഔ ഷൗകതൻ ഔ അദ്മൻ അൻ തരീഖിൻ നാസി ഔ അമറ ബിമഅറൂഫിൻ ഔ നഹ അൻ മുൻകരിൻ അദദ തിൽക സിത്തീന വസലാസിമിഅതി സുലാമ ഫഇന്നഹു യുംസി യൗമഇദിൻ വഖദ് സഹ്സഹ നഫ്സഹു അനിൻ നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വായിക്കുന്നുണ്ട്. എന്താണ് അത് അർത്ഥാക്കുന്നത്? ഫമൻ കബ്ബർ, അല്ലാഹ്, ഒരാൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി, വ ഹമീദ, അൽഹംദുലില്ലാ ചൊല്ലി, വഹല്ലല, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി, വസബ്ബഹ, സുബ്ഹാനല്ലാഹ് ചൊല്ലി, വസ്തഗ്ഫറ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലി, വഅസല ഹജറൻ, ഒരു കല്ല് നീക്കി, ഔ ഷൗകതൻ, അല്ലെങ്കിൽ ഒരു മുള്ള് നീക്കി, ഔ അദ്മൻ, അല്ലെങ്കിൽ ഒരു എല്ല് നീക്കി, അൻ തരീഖിൻ നാസ്, ജനങ്ങൾ വഴി നടക്കുന്ന വഴിയിൽ നിന്ന്, വ അമറ ബിമഅറൂഫിൻ, നന്മ കൽപ്പിച്ചു, ഔ നഹ അൻ മുൻകരിൻ, തിന്മ വിരോധിച്ചു, അദദ തിൽക സിത്തീന വസലാസിമിഅതി സുലാമ, 360 എല്ലുകളുടെ എണ്ണത്തോളം ഒരാൾ ഒരു ദിനം അങ്ങനെ ചെയ്താൽ, ഫഇന്നഹു യുംസി, ആ മനുഷ്യൻ തൻ്റെ പ്രദോഷത്തിൽ പ്രവേശിക്കും, യൗമഇദിൻ, ആ ദിവസം. എങ്ങനെ? വഖദ് സഹ്സഹ നഫ്സഹു അനിന്നാർ, അവൻ നരകത്തിയിൽ നിന്ന് തൻ്റെ നഫ്സിനെ തെറ്റിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്ന് തൻ്റെ നഫ്സിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിൻ്റെ മാർഗേണ വഴി നടന്നുകൊണ്ടായിരിക്കും അയാൾ അന്ന് പ്രദോഷത്തിൽ പ്രവേശിക്കുക എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം അവിടെ ഉണർത്തുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞത് ഈ ഹദീസിൽ നമ്മൾ വായിക്കുന്നത്, വയുജ്സിഉ അഹദകും മിൻ ദാലിക കുല്ലിഹി റക്അതാനി യർകഉഹുമാ മിൻ അദ്ദുഹ എന്നാണ്. ഇമാം അഹ്മദിൻ്റെയും ഇമാം മുസ്ലിമിൻ്റെയും അബൂദാവൂദിൻ്റെയും നിവേദനത്തിൽ ഇങ്ങനെ കൂടി നമ്മൾ വായിക്കുന്നുണ്ട്, വയുജ്സി അഹദക്കും, നിങ്ങളിൽ ഒരാൾക്ക് മതിയാകും, മിൻ ദാലിക കുല്ലിഹി, ഇതിനെല്ലാം പകരമായി, ബദലായി, റക്അത്താനി, 2 റക്അത്തുകൾ, യർകഉഹുമാ മിൻ അദ്ദുഹ, ദുഹാ സമയം അവൻ ആ 2 റക്അത്ത് നമസ്കരിക്കുന്നുവെങ്കിൽ. അപ്പോൾ ദുഹയുടെ സമയം 2 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ദുഹാ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 360 അസ്ഥികൾക്കും അവൻ നൽകേണ്ട സദഖക്ക് പകരമായി ആ 2 റക്അത്ത് മതിയാകും
എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ അറിയിക്കുന്നത് എന്നാണ് ഈ ഒരു ഇമാം മുസ്ലിമിൻ്റെയും അബൂദാവൂദിൻ്റെയും അഹ്മദിൻ്റെയും നിവേദനത്തിൽ വന്ന ഈ ഒരു ഭാഗം അറിയിക്കുന്നത്. അത് ദുഹാ നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും ദുഹാ നമസ്കാരം നിത്യമാക്കുന്നതിൻ്റെ മഹത്വവുമാണ് അറിയിക്കുന്നത്. എത്ര വലിയ പുണ്യമാണ് 2 റക്അത്തുകൾ ഒരാൾക്ക് നേടിക്കൊടുക്കുന്നത്. എത്രമേൽ സദക്കകളുടെ ഫലമാണ് ഒരു വ്യക്തിക്ക് ആ 2 റക്അത്തുകൾ നേടിക്കൊടുക്കുന്നത്, അത് മനസ്സിലാക്കുവാൻ. ഏതായാലും നമ്മുടെ ഹദീസ് അത് അബൂ ഹുറൈറയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് നമ്മളിവിടെ വായിച്ചത്. ഈ ഹദീസ് അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനമുണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ സദക്കയുടെ വിശാലമായൊരു ഗണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉണർത്തിയ ഫലഭാഗങ്ങളും അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഇമാം ബുഖാരിയുടെ സഹീഹിലെ, ഇമാം ബുഖാരിയുടെ അൽ അദബുൽ മുഫ്രദിലെ, അതേപോലെ ഇമാം മുസ്ലിമിൻ്റെ സഹീഹിലെ, സുനൻ തുർമുദി, അതേപോലെ ഇമാം അഹ്മദിൻ്റെ മുസ്നദ്, ഇമാം ഇബ്നു ഹിബ്ബാൻ്റെ സഹീഹ് എന്നീ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉള്ളതാണ്. നമ്മുടെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നവവി നൽകിയ 26ാമത്തെ ഹദീസ്. അത് സദഖകളുടെ ഗണം എണ്ണിയപ്പോൾ ഏതാനും വിഷയങ്ങൾ മാത്രമാണ് എണ്ണിയത്. അതിൻ്റെ വിപുലമായ വിശാലമായ നിവേദനത്തെ ഇവിടെ വായിച്ച് കേൾപ്പിച്ചതും അർത്ഥം വെച്ചതും ആ വിഷയങ്ങൾ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുവാൻ നമുക്ക് സാധ്യമാകുന്ന ഒരു നിയ്യത്തുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമാണ്, പക്ഷേ നമ്മളുടേത് സദഖയായി നമുക്ക് അനുകൂലമായി ഭവിക്കുന്ന കർമ്മമാകാൻ ഒരു ഉണർത്തലിന് വേണ്ടിയാണ്, ഉത്ബോധനത്തിന് വേണ്ടിയാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ നന്മകളിലേക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമുക്ക് കനിഞ്ഞ അവയവങ്ങളിൽ അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കുവാൻ, നമ്മളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ അള്ളാഹുവിന് സദഖ നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് അരുളുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.